അസ്സലാമലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്താണ് എല്ലാവരെയും വിശേഷങ്ങളൊക്കെ? അൽഹംദുലില്ലാ, ഞാനിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അങ്ങനെ ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോ ഒന്നുമല്ല, വളരെ ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. മോർണിംഗ് മുതലാണ് ഞാൻ ഈ വീഡിയോ എടുത്തു തുടങ്ങിയത്. അപ്പോൾ എൻ്റെ ടു ഡു ലിസ്റ്റ് എഴുതുന്നത് മുതലാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. പിന്നെ ഇതാണ് എൻ്റെ മെയ് മന്തിലെ പ്ലാനർ. ഞാൻ പ്ലാനറിൻ്റെ വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷേ എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും പറ്റിയില്ല. അങ്ങനെ ടു ഡു ലിസ്റ്റൊക്കെ എഴുതി കഴിഞ്ഞ് ഇനി അടുത്തതായിട്ട് ഖുർആൻ ജേർണലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് 2-3 പേരൊക്കെ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ഖുർആൻ ജേർണലിങ്ങിൻ്റെ വീഡിയോ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ജേർണലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നത് സൂറത്തുൻ നസ്റാണ്. 6 സൂറത്തുകൾ നമ്മൾ ജേർണലിംഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാനത് പ്ലേലിസ്റ്റ് ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് കണ്ടു നോക്കുക. ഖുർആൻ ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക. ഇന്ന് നമ്മൾ ജേർണലിംഗ് ചെയ്യാൻ പോകുന്നത് സൂറത്തുൽ കാഫിറൂനാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ സൂറ അൽ കാഫിറൂൻ എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മീനിങ് വരുന്നത് ദ ഡിസ്ബിലീവേഴ്സ്, അതായത് സത്യനിഷേധികൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിൽ ഞാൻ ജേർണലിംഗ് നമ്പർ 7 എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ 7ാമത്തെ സൂറത്താണ് ജേർണലിംഗ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാനിവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 30ാമത്തെ ജുസ് ആണ്. അധ്യായം 109 മക്കയിൽ അവതരിച്ച സൂറത്താണ്. 6 ആയത്തുകളാണ് ഈ സൂറത്തിൽ ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഞാനിവിടെ സൈഡിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൂറത്ത് അവതരിക്കാനുണ്ടായ റീസൺ എന്തായിരുന്നു എന്നുള്ളത് നോക്കാം. അതായത് ചില ഖുറൈശി നേതാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഞങ്ങളുടെ മതം നീ പിൻപറ്റുക, നിൻ്റെ മതം ഞങ്ങളും പിൻപറ്റാം. ഞങ്ങളുടെ ദൈവങ്ങളെ നീയും ആരാധിക്കുക, നിൻ്റെ ദൈവത്തെ ഞങ്ങളും ആരാധിക്കാം. എന്നാൽ നിൻ്റേതാണ് ഉത്തമമെങ്കിൽ ഞങ്ങളും, ഞങ്ങളുടേതാണ് ഉത്തമമെങ്കിൽ നീയും അതിൻ്റെ ഭാഗമാവുക. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിനോട് മറ്റൊന്നിനെ പങ്കു ചേർക്കുന്നതിൽ നിന്നും ഞാൻ അവനോട് അഭയം തേടുന്നു. ഇതിനെ തുടർന്നാണ് ഈ ഒരു സൂറത്ത് അവതരിച്ചത്. അടുത്തതായിട്ട് ഈ സൂറത്തിൽ 6 ആയത്തുകളാണ് വരുന്നത്. അതിൽ 6 ആയത്തിൻ്റെയും അർത്ഥങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ആയത്തിൽ പറയുന്നത്, നബിയെ പറയുക, അവിശ്വാസികളെ, നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല. നിങ്ങൾ ആരാധിച്ചു വരുന്നതിനെ ഞാൻ ആരാധിക്കാൻ പോകുന്നവനുമല്ല. ഞാൻ ആരാധിച്ചു വരുന്നതിനെ നിങ്ങളും ആരാധിക്കാൻ പോകുന്നവരല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മതം, എനിക്ക് എൻ്റെ മതം. അപ്പോൾ ഇതാണ് ഈ സൂറത്തിൻ്റെ അർത്ഥം വരുന്നത്. പിന്നെ ഞാനിത് ബാക്ക്ഗ്രൗണ്ടിൽ കിച്ചണിൽ വർക്കൊക്കെ ചെയ്യുന്നതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ കാണിക്കുന്നുണ്ട്. ഇനി അടുത്തത് ഈ സൂറത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ലെസൺസ് അല്ലെങ്കിൽ റിഫ്ലക്ഷനാണ് പറയുന്നത്. അതായത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ആരാധന അള്ളാഹുവിനോട് മാത്രം എന്നുള്ളതാണ്. അതേപോലെ അള്ളാഹുവിനോട് മറ്റൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. പിന്നെ ഏകദൈവ വിശ്വാസം, അതായത് തൗഹീദ്. അതുപോലെ എന്തൊക്കെ സമ്മർദ്ദങ്ങൾ വന്നാലും ഷിർക്കിൽ വീഴാതെ സൂക്ഷിക്കണം. അള്ളാഹുവിനോട് ഒന്നിനെ പങ്കു ചേർക്കുന്നതിനെയാണ് ഷിർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഷിർക്കിൽ വീഴാതിരിക്കാൻ സൂക്ഷിക്കുക എന്നുള്ളതും ഈ ഒരു സൂറത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി നമുക്ക് ഈ സൂറത്തിൻ്റെ ബെനിഫിറ്റ്സ് നോക്കാം. അതായത് ഈ സൂറത്ത് നമ്മൾ ഓതിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ബെനിഫിറ്റ്സാണ് പറയാൻ പോകുന്നത്. അതിൽ ഈ സൂറത്തിനെ ഖുർആനിൻ്റെ 4ൽ 1 എന്നാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സൂറത്ത് എല്ലാ ദിവസം ഓതിയിട്ടുണ്ടെങ്കിൽ ഖുർആനിൻ്റെ 4ൽ 1 ഓതിയ പ്രതിഫലം ലഭിക്കും. ഇനി 2ാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതിയിട്ടുണ്ടെങ്കിൽ ഷിർക്കിൽ നിന്നും രക്ഷ ലഭിക്കും. 3ാമത്തേത്, സൂര്യൻ ഉദിക്കുന്ന സമയം ഓതിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഒരു വിപത്തും ഷർറും ബുദ്ധിമുട്ടും ഒന്നും ഉണ്ടാവില്ല. 4ാമത്തേത്, ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടും. 5ാമത്തേത്, മരണസമയം ഈമാൻ ലഭിക്കും. 6ാമത്തേത്, യാത്ര പോകുമ്പോൾ ഈ സൂറത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ ആ യാത്ര സുരക്ഷിതമാവും. അപ്പോൾ ഇത്രയൊക്കെ ബെനിഫിറ്റ്സ് കിട്ടുന്നൊരു സൂറത്താണിത്. വളരെ ചെറിയൊരു സൂറത്തും അല്ലേ. അപ്പോൾ നമുക്കിത് എല്ലാ ദിവസവും പതിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം.
അപ്പോൾ ഖുർആൻ ജേർണലിങ്ങിൻ്റെ കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ടും ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. ഈ ഒരു ഖുർആൻ ജേർണലിങ്ങിനെ കുറിച്ചിട്ട് തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.